സബ്സ്ക്രിപ്ഷൻ ഉദ്ദേശിക്കുന്ന ഹോട്ട് കണ്ടന്റ് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതെ, ഞാൻ ചോദിക്കട്ടെ, എല്ലാത്തവരും ഈ എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ രേണുസുതി എന്നെ തെണ്ടിന്നൊക്കെ ഒന്നും വിളിച്ചില്ല, പക്ഷെ എവിടെ കൂടിയോ പറഞ്ഞു പോകുന്ന പോലെ കണ്ട് ഇപ്പോഴും രേണുസുതി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിന്റെ അപരാധ വീഡിയോ അല്ലെങ്കിൽ അപരാധ ഫോട്ടോ മെമ്പർഷിപ്പ് എടുത്ത് പൈസ കൊടുത്ത് ഞാൻ എടുത്തിട്ടില്ല നഹി, അത്രയും ഗതികെട്ടവനല്ല ഞാൻ. അതിനേക്കാളും നല്ലത് നമ്മുടെ ദേവ് പറഞ്ഞതുപോലെ ഞാൻ റെയിൽവേ പാളത്തിൽ കൊണ്ട് തല വയ്ക്കും. സീരിയസ്ലി ഇതിനേക്കാളും നല്ലത് അതാ ഞാൻ ചെയ്യുന്നത്, ബെറ്റർ. പക്ഷെ ഒരിക്കലും ഞാനത് ചെയ്യത്തില്ല. ഇതിനേക്കാൾ വയ്യടാ, ഞാൻ പൈസ വെറുതെ കീറ് തുപ്പി എറിഞ്ഞാൽ നിന്റെ മെമ്പർഷിപ്പ് എടുക്കത്തില്ല, വേറെ ആരുടെ മെമ്പർഷിപ്പ് എടുത്താലും. അതിനേക്കാളും ഞാൻ നല്ലത് ദേവ് പറഞ്ഞതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മുടെ പുതിയ വിഷയത്തിലോട്ട് വരാം. പുതിയ വിഷയങ്ങൾ, കുറച്ചധികം വിഷയങ്ങളുണ്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. രേണുസുതി എന്നെ പൂരത്തെറി വിളിച്ചിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്ത് കുറെ വീഡിയോകളൊക്കെ വെച്ച് ചെയ്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ ഒരൊറ്റ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, രേണുസുതി ഇഷ്ടമില്ലാത്ത ആൾക്കാർ ലൈക്ക് അടിക്കാൻ പറഞ്ഞപ്പോ എന്റെ പൊന്നടാവേ, ഞാൻ 1 മണിക്കൂർ എങ്ങാണ്ട് ആയപ്പോ എന്റെ വീഡിയോ ചുമ്മാ എടുത്ത് നോക്കിയപ്പോ 1200 ലൈക്കായിരുന്നു. ഇപ്പോഴത്തെ ലൈക്ക് ഒന്ന് നോക്കി നോക്ക്, 56,000 4100 ലൈക്ക് മാത്രമുണ്ട്. രേണുസുതി ഇഷ്ടമല്ലാത്തൊരു ലൈക്ക് അടിക്കാൻ പറഞ്ഞപ്പോ ഈ വീഡിയോയിൽ അതുപോലെ തന്നെ രേണുസുതി ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. എണ്ണം കാണാമല്ലോ, കൂടുകയാണെങ്കിൽ കൂടട്ടെന്നേ, ഇങ്ങനെ കൂടി പോട്ടെന്നേ. അപ്പൊ രേണുസുതി അടുത്ത വീഡിയോ ഇടുമ്പോൾ പറയണം കേട്ടോ, അതുപോലെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ അവിടുത്തെ ലൈക്കിന്റെ എണ്ണം ഇവിടുത്തെ ലൈക്കിന്റെ എണ്ണം വെച്ച് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നെ ഇഷ്ടമില്ലാത്ത തന്തയില്ലാത്ത അമ്മരോടെ കാണും, കുഴപ്പമില്ല, പോട്ട്, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. പോട്ട്. അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. രേണു വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് നോക്കാം. വ്ളോഗേഴ്സ്, എന്റെ സബ് സ്ക്രീൻഷോട്ട് എടുത്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നവന്മാരോട് അവളുമാരോട് സൂബില് അതാര് വ്ളോഗേഴ്സ് എന്റെ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും ഉദ്ദേശം. ഓക്കെ, ആയിക്കോട്ടെ. ഷോർട്ട് ഫോമിൽ മിന്നും താരം സ്ക്രീൻഷോട്ട് എടുത്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നവന്മാരോട് അവളുമാരോടും സൂബിൽ അതെവിടെ കിട്ടും? ന്യൂ പിക്കിടു ഓടി പോയി എടുത്ത് നീയൊക്കെ റിയാക്ഷൻ ഇടാടാ. രേണുസുതി ഇനിയും ഇടും, നീ ഇടുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ നല്ല പോലെ ഇടുന്നുണ്ട്. നീയൊക്കെ റിയാക്ഷൻ ചെയ്തുകൊണ്ടിരുന്നു, പിന്നെ നമ്മൾ ചെയ്യും, എന്ത് വല്ലതും ചെയ്യാണ്ട. പിന്നെ കേസ്, അതിലോട്ട് ഞാൻ വരാം. കേസ് എനിക്കെതിരെ കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും കോട്ടയം തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലോട്ട് ഞാൻ വീണ്ടും വരണം. അടുത്ത സാറന്മാരെ വീണ്ടും ഞാൻ കാണണം. വല്ലാത്ത അവസ്ഥ. പക്ഷെ നീ എന്തിന് കേസ് കൊടുത്തെന്ന് പറയുമ്പോ, സാറേ ഈ ഫോട്ടോ അവള് പൈസക്ക് വിറ്റ് ഞാൻ അല്ലാതെ എടുത്ത് നാട്ടുകാരെ കാണിച്ച്, ഇതിനെ തുടർന്നാണ് സാറേ എന്നെതിരെ കേസ് കൊടുത്തത്. എന്തായാലും നിനക്കെതിരെ വേറൊരു കേസ് വരും. അങ്ങനെയാണെങ്കിൽ ഇമാതിരി അപരാധങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിനക്കെതിരെ കേസ് വരും. ഇതാകെ മൊത്തം കേസോട് കേസ്. പോലീസുകാർ മിക്കവാറും പോലീസ് സ്റ്റേഷൻ ഇടിച്ച് കളയുന്നതാണ് ഇവളെ കേസ് കാരണം. അവർക്ക് അത്രയ്ക്ക് വയ്യ, ഇവളുടെ കേസ് എടുക്കാൻ ഒരു താല്പര്യവും ഇല്ല. ഇനി വേറെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്തു നോക്കുക, അവിടെ ഉള്ള സാറന്മാരും കൂടി നിന്നെ തൂക്കി എറിയിട്ട്, അതായിരിക്കും നല്ലത്. എന്തായാലും ഇവൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള ഫോട്ടോസ് കൊടുക്കാം. ഒന്നും പറയാനില്ല. എന്നെ സുനിച്ചേട്ടാ, നിങ്ങളുടെ ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ടോ? എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എല്ലാം സുനിച്ചേട്ടന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞാനൊന്നും പറയുന്നില്ല, ഞാനൊന്നും ഇതെന്താ സോപ്പ് കൊട്ടി വെച്ചോണ്ടിരിക്കണ? ഇവളെന്താ കണ്ണിൽ സോപ്പ് കൊട്ടിട്ട് ചെയ്യുന്ന? പോട്ട്. റെയിൽവേ അല്ല, എയർപ്ലെയിനിലാണ്, എയറോപ്ലെയിൻ. അപ്പൊ ഫ്ലൈറ്റിലാണ് ആള്, പോവുകയാണങ്ങ് ദുബായിലോട്ട്. ഇവളവിടെ ആ നാട്ടിലോട്ട് കാലി കിട്ടിയപ്പോ അവിടെ യുദ്ധം വരെ ഉണ്ടായി. ഒന്നും പറയാനില്ല. നമുക്ക് തുടങ്ങാം, ആരംഭിക്കാം. എന്താ ടൈറ്റിലും? എല്ലാ സെലിബ്രിറ്റികളും വീട്ടിലിരിക്കുമ്പോൾ രേണുസുതി വീണ്ടും വിദേശത്തേക്ക് പറക്കാൻ കൊച്ചി എയർപോർട്ടിൽ എത്തിയപ്പോൾ. എല്ലാ സെലിബ്രിറ്റി വീട്ടിൽ ഇരിക്കുമ്പോൾ ഇവളെന്തിനാ കൊച്ചി? എന്തുവാടാ ടൈറ്റില്? എല്ലാ സെലിബ്രിറ്റിയിലും വീട്ടിൽ ഇരിക്കുമ്പോൾ, ബാക്കി എല്ലാവരും വീട്ടിൽ ഇരിക്കുമ്പോൾ ഇവള് ഫ്ലൈറ്റിൽ പോകുന്നത് എന്താണ് കാര്യമാണ്? അല്ല, എവിടെയെങ്കിലും പോയി തൊലയിട്ട്. അല്ല, എല്ലാ സെലിബ്രിറ്റികളുടെ കാര്യം ഉദ്ദേശിച്ചതാണ്. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ പണിയില്ലാണ്ട്, ഇന്റർവ്യൂ ഇല്ലാണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റീച്ച് ഇല്ലാണ്ട്, ഉദ്ഘാടനം ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് രേണുസുതി പറക്കുകയാണെന്ന്. പോകുന്നത് മറ്റേ മുത്തുച്ചിപ്പി അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാനല്ലേ, ബാറ്, മറ്റേ സ്പാ, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് കെട്ടിഴുന്നാലേ അങ്ങോട്ട് പോകുന്നത്. എന്തോ വലിയ കാര്യം പോലെയാണ് പറയുന്നത്. ഏതെങ്കിലും നല്ലൊരു സാധനം ഉദ്ഘാടനത്തിന് കൊടുക്കും, പിന്നെ കോപ്പ്. മറ്റേ അമേരിക്കയിലോട്ട് പറക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എവിടെ പോയി? അവന്മാർക്ക് കാര്യം പിടികിട്ടി, എടുത്ത് ക്യാൻസൽ ചെയ്തു. ഞാൻ അന്ന് പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. UK വിസ ഖദം. പോട്ടെ.
അപ്പൊ തുടങ്ങാം. റാസൽ ഖൈമകളായ ചെമ്പരത്തിയിലേക്ക്. ഇവക്ക് ചെമ്പരത്തിയും തെച്ചിപ്പൂവും മന്ദാരവും ഒക്കെ തന്നെയാണ് പറ്റിയത്. അവിടെ പോയിട്ട് അടുത്ത് മുത്തിച്ചിപ്പി തീ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് പോയിട്ട് പഴയ കാലത്തിലോട്ട് പോയി ഒരു നിമിഷം. ക്യാഷൊക്കെ കൊച്ചു കല്ലി അങ്ങോട്ട് പോവേണ്. ജുക്കുടി 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 ചു. അവിടെ നമ്മുടെ ചെമ്പരത്തി റെസ്റ്റോറന്റ് ഇനോഗ്രേഷൻ ആണ്. ഇനാഗ്രേഷന് വേണ്ടിട്ട് കെട്ടി എഴുന്നള്ളി ഒരുങ്ങി കെട്ടി പോവാണ്, കയ്യില് സോപ്പ് പെട്ടിയും പിടിച്ച്. ഇനി 2-ാം തീയതി വരെ ഇവിടെ ശല്യമില്ല, നമ്മുടെ നാട്ടിൽ ശല്യമില്ല. പക്ഷെ ഇനി അവിടെ കാണണമല്ലോ. അവിടെ പോയിട്ട് ഇനി അടുത്ത് മറ്റേ ബാർ ഡാൻസ്, സ്പാ ഡാൻസ്, മറ്റേ ഡാൻസ്, മറച്ച ഡാൻസ്, ചെമ്പരത്തി ഡാൻസ്, ബെല്ലി ഡാൻസ്, എന്തൊക്കെ കാണണമെന്ന് ദൈവത്തിനറിയാം. ഞാൻ ടിക്കറ്റ് വരാത്തപ്പോ ഞാൻ ഇനിയിപ്പം വരത്തില്ലെന്നൊക്കെ ആലോചിച്ച് സന്തോഷമായിട്ട് പെട്ടെന്ന് ടിക്കറ്റ് വന്നു. എന്തായാലും ഞാൻ വേണ്ടെന്ന് വിചാരിച്ചത്. ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു. എന്നെ ഇപ്പൊ കൊണ്ടുപോകും ദുബായിലോട്ട്. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എന്റെ ടിക്കറ്റ് ഇങ്ങ് പോകുന്നത്. എന്ത് ചെയ്യാൻ, അവർക്ക് ഞാനില്ലാതെ പറ്റുന്നില്ല. ഉൾക്കടിക്കണമെങ്കിൽ ഞാൻ തന്നെ വേണമെന്ന്. തീർന്ന അടുത്തത് കാണാം. ഇത് ഇവിടെ നിന്ന് തീരൂല. ഇതാ പോണ്. കേറിപ്പോ ടാറ്റ കഥം. അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. പോ ശരി. ചേച്ചി ഉണ്ടല്ലേ. പോട്ട് ഫോട്ടോ ചാറ്റും പ്രിന്റ് എടുക്കണൊക്കെ പിന്നെ എടുക്കാം. പോട്ട് കേറിപ്പോ. ഒരു 2-ാം തീയതി വരെയെങ്കിൽ 2-ാം തീയതി അത്രയും ദിവസം ആശ്വാസമുണ്ട്. ദൈവമേ, അവരാതെ വീഡിയോകൾ ഇനി ദുബായിലെന്ന് പറഞ്ഞും കൊണ്ട് അടുത്തിടും. അത് കാണേണ്ട ഗതികേട് തന്നെയാണ്. ഒന്നുമില്ല, നമുക്ക് റിയാക്ട് ചെയ്യാം. നമുക്ക് അതാണല്ലോ അത്. അപ്പൊ അടുത്ത വീഡിയോ ആണ്. ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ഇവരുടെ വിചാരം ഒരു മുറിക്കകത്ത് ഞങ്ങൾ തമ്മിൽ ഇവരുടെ മനസ്സിലുള്ള പോലത്തെ ആണെന്നാ വിചാരം. ഞാനും അക്ഷയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് എനിക്കും അറിയാം, അക്ഷയ്ക്കും അറിയാം. ഞങ്ങൾക്കറിയാം. ആണും പെണ്ണും അതിരിക്കട്ടെ. നമ്മളാരെങ്കിലും പറഞ്ഞ ആണും പെണ്ണും നമ്മളാരെങ്കിലും പറഞ്ഞ നീ അക്ഷയും തമ്മിൽ ബന്ധമൊന്നും നീ തന്നെ ഫ്ലാറ്റിന്റെ കാര്യം പറയണം. നീ തന്നെ ഊഹിച്ച് പറയുന്നു. നീ തന്നെ പറയുന്ന അക്ഷയും ഞാനുമായിട്ടൊരു ബന്ധമില്ല. നമ്മളാരെയും പറഞ്ഞ ബന്ധം ഉണ്ടെന്ന്. എന്തൊരാണ് സുന ഇങ്ങനെയൊക്കെ ആരും പറയാത്തത്, ആരും കേൾക്കാത്ത, ആരും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ റണാസുന പറയുന്നു. റണാസുന പറഞ്ഞാട്ടെ, പറയോ. ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പൈസ വേണം, പൈസ അല്ലാതെ ഒരു രക്ഷയില്ല. ഞാനൊക്കെ അതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് പൈസ വേണം. പൈസയൊക്കെ ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല തന്നെയാണ്. എന്ന് വെച്ചിട്ട് എന്ത് തന്തയില്ലായ്മയും ചെയ്തിട്ട് പൈസ ഉണ്ടാക്കണോ? പറ്റത്തില്ല. അത് ശരിയല്ല. ഇപ്പൊ കഞ്ചാവ് എടുത്ത്, MDMA എടുത്ത് ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും? അതും തെറ്റാണ്, ശരിയല്ല. ഇനി മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട്, എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടും ഞാൻ എന്ത് തന്തയില്ലായ്മയും കാണിക്കും. ബാക്കിയുള്ള നാട്ടുകാരെ മൊത്തം വഴിതെറ്റിക്കും. വളർന്നു വരുന്ന തലമുറ അടക്കം വഴിതെറ്റിക്കും. ഈ ഒരു ഘട്ടത്തിലോട്ട് പോകുന്നത് ശരിയാണോ റണാസുന? പറയൂ, താങ്കൾ പറയൂ. അത് പറയാനുള്ള വിവരം ബോധം പൊക്കൊണ്ടുണ്ടായി നീ ഇങ്ങനെ ചെയ്യൂ. അതല്ലേ ഞാൻ ആലോചിക്കുന്നത്. 6 മാസം ആയതേ ഉള്ളൂ ഞാൻ ഇവിടെ ഒരു സ്റ്റേജിൽ എത്തിയിട്ട്. 6 മാസം, കറക്റ്റ് 6 മാസം കഴിഞ്ഞു. 6 മാസം കൊണ്ട് നശിച്ച് നാറാണത്തായി സോഷ്യൽ മീഡിയ. എടാ, ഇവളാ വീഡിയോ കാരണം തുറക്കാൻ പറ്റുന്നില്ല. ഇത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ഓൺലൈൻ മീഡിയാസ് ഇവളുടെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കും. പിന്നെ അതെടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ മൊത്തം ഇങ്ങനെ ഓടി നടക്കുവാണ്. നടക്കട്ടെ, കുറച്ച് കാലം ഇങ്ങനെ പോവാ. കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിന്റെ മകൻ തന്നെ നിന്നെ തള്ളി പറയുന്ന ഒരു കാലം ഉണ്ടാകും. അന്ന് നീ മനസ്സിലാക്കും നീ ലൈഫിൽ നേടിയത് ബിഗ് സീറോ ആണ്. അത് ഒരു തിരിച്ചറിവായിട്ടും ഒരു തിരിച്ചടിയായിട്ടും നിനക്ക് കിട്ടും. അതിന് അധിക താമസമൊന്നും വേണ്ട. കുട്ടി കുറച്ചുകൂടി ഒന്ന് വളരണം. കുറച്ച് വർഷങ്ങൾ വേണ്ടി വരുമായിരിക്കും. പക്ഷെ സ്വന്തം മകൻ സ്വന്തം തള്ളയെ തള്ളിപ്പറയുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതിനേക്കാളും ഒരു തിരിച്ചടിയോ അതിനേക്കാളും ഒരു അപമാനമോ ഒരമ്മയെന്ന നിലയ്ക്ക് നിനക്ക് കേൾക്കാനോ കിട്ടാനോ ഇല്ല. ആ മകൻ തള്ളി പറയുന്ന ദിവസം നീ തീർന്നെന്നങ്ങ് കൂട്ടിയാൽ മതി കേട്ടോ. അതാണ് നിനക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടി. അപ്പം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമുക്ക് പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാം എന്ന് പറഞ്ഞ് കോടികൾ ഉണ്ടാക്കാൻ അങ്ങനല്ല. നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് എന്താണ് അറിയാം, നമ്മള് കലാപരമായിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കുക. നീ തന്നെ പറയുന്നു നല്ല രീതിയിൽ ഉണ്ടാക്കണം. എന്നിട്ട് നീ എന്നെ അപരാധം കാണിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് മെമ്പർഷിപ്പ് തുടങ്ങി അതിൻ്റെ അകത്ത് കൊണ്ട് മറ്റേ കാമക്കടവുകളെ അത്
പറയണമില്ല ബോഡി ഷേമിങ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ കുറെ എക്സ്പോസിങ് ആക്കിയിട്ട് കുറെ എണ്ണത്തിന് അതിൻ്റെ അകത്ത് പിടിച്ച് കയറ്റാനായിട്ട് മെമ്പർഷിപ്പ് ടൈപ്പ് സാധനം, ഇങ്ങനെ കുറെ അപരാധങ്ങളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ ഉണ്ടാക്കുന്ന പൈസ ഒരിക്കലും ക്വാളിറ്റിയുള്ള പൈസയോ നല്ല വഴിയിൽ ഉണ്ടാക്കുന്ന പൈസയോ അല്ല. കുറെ അപരാധങ്ങളും പേക്കൂത്തുകളും കാണിച്ചിട്ട് ആൽബം എന്ന് പറയുന്ന പേരിൽ നടത്തുന്ന കുറെ അഴിഞ്ഞാട്ടങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് നിന്റെയൊക്കെ ഒരു കണ്ടന്റ് പോകുന്നത്. ഒരിക്കലും അല്ലാണ്ട് നീ പറയുന്ന പോലെ നല്ലൊരു ക്വാളിറ്റി എന്തെങ്കിലും ചെയ്തിട്ടുള്ള പരിപാടിയൊന്നുമല്ല. നീ മാന്യമായിട്ട് ആൽബം അഭിനയിക്കുകയോ മാന്യമായിട്ട് വീഡിയോസ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആരും നിന്നെ വിമർശിക്കത്തില്ല, നിന്നെ ആരും നമ്മൾ ഒന്നും പറയത്തോലുമില്ല. എന്ത് ഈ അപരാധങ്ങൾ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടി പല അപരാധങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞ് നിന്റെ തനി ഗുണങ്ങളും കണ്ട് നാട്ടുകാർ വെറുത്ത് പണ്ടാറടങ്ങിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കുക. അല്ലാണ്ട് നീ ഈ പറയുന്ന പോലെ ഈ ആൽബം എന്ന പേരിൽ നടത്തുന്ന പേക്കൂത്തുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആൽബം എന്ന് പറയുമ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു, അത് നീ കാരണം ഇല്ലാണ്ട്. ഇപ്പൊ ആൽബം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് നിന്റെ കൊണച്ച ആൽബമാണ്. സത്യം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് നേർവഴിയിലും നല്ലോണം പൈസ ഉണ്ടാക്കുക, അന്തസ്സായിട്ട് ഉണ്ടാക്കുക. അല്ലാണ്ട് ചുമ്മാ അപരാധങ്ങൾ കാണിച്ചല്ല പൈസ ഉണ്ടാക്കേണ്ട. തീർന്ന് അടുത്ത വാ, ഇത് തീർന്നല്ല, അടുത്തതിലോട്ട് പോവാ. ഓഫീസറുമായിട്ട് പ്രണയത്തിലൊന്നുമല്ല, അങ്ങനെ ഒരാളുണ്ട്, എന്റെ ഫാനാണ്. ആരാടാ അത് ഓഫീസർ? ഇവളുടെ ഫാന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ്, ഫാന്റെ മണ്ട ഇളക്കി വെച്ച് ഫാന്റെ മൂട് ഇളക്കി വെച്ചിട്ടുള്ള ഒരു സ്റ്റിക്കർ ഉണ്ട്. അതുപോലെയാണ് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ആണ് നമ്മുടെ റണാസുനയ്ക്ക്. അതൊന്നും എനിക്കറിയത്തില്ല. ആളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്, വല്ലപ്പോഴും ആണ് മെസ്സേജ് പോലും അയക്കുന്നത്. പ്രണയത്തിലൊന്നും ആയിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. മിലിറ്ററി അത് ചുമ്മാ തള്ളി മറിക്കുവാണ് ഇവള്. ഇനി അങ്ങനെ ഒരുത്തം ഉണ്ടെങ്കിൽ എടേ നിന്നെ പോലൊരു വധൂരി ഈ ലോക അപമാനം കിട്ടാൻ വേറെ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി എന്തൊന്ന് കഷ്ടോടെ ഇതൊക്കെ. അയ്യോ, ആൾക്കാരുടെ വയറൊക്കെ കാട്ടില് ഷൂട്ടൊക്കെ നടക്കാറുണ്ട്. അപ്പം ഈ രേണുവിന്റെ വയറെന്ന് അവള് മറ്റേ ചെവറിന്റെ അകത്ത് തോർന്ന് കേട്ടണ വയറെന്ന് വിചാരിച്ചു. അതല്ല, വയറ്. ആൾക്കാരെ ഒരുമാതിരി ഞാനൊന്നും പറയണില്ല, പണ നീ തന്നെ പണ കാണുമ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചുകൂടി പ്രശ്നങ്ങൾ. ഫാൻസ് എടുത്ത് നിന്നെ ആരൊക്കെ പറ്റിച്ചു വെച്ചിരിക്കുക, പറഞ്ഞു പറ്റിച്ചു വെച്ചിരിക്കുക. അതും കണ്ട് മണ്ടത്തരങ്ങൾ കൂയിക്കൊണ്ട് നടക്കാതെ ഫാൻസ് പോലും ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് അല്ലേ, മനസ്സിലായി? അയ്യോ, കുശുമ്പ് തോന്നാൻ പറ്റിയ ചാതനം. നിന്നെയൊക്കെ കണ്ടിട്ട് എന്നാ കുശുമ്പ് തോന്നാനാ? അയ്യോ, കുശുമ്പ് പോലും കുശുമ്പ്. തമന്നാന്റെ ആരടാ ട്രോളൊക്കെ ചെയ്യുന്നത്? ഇത്രയ്ക്ക് ഗതികെട്ടവന്മാര്. തമന്ന ലോറി കയറിയത്. അങ്ങനെ ആര് പറഞ്ഞായിരുന്നു? നമ്മൾ ഒരേ ഡ്രസ് അല്ലേ താനാ? ഫോട്ടോസിലൊക്കെ കാണാറുണ്ടെന്ന്. ഇവളെ ഈ തള്ളും ഈ പൊങ്ങച്ചം പറയച്ചിൽ നിർത്തിയ കുറച്ചൊരു സമാധാനം കിട്ടുമായിരുന്നു. വയ്യടേ, കാണാനും കേൾക്കാനും ഒന്നും വയ്യ, മടുത്ത്. സത്യം ജീവിതം വെറുക്കുന്നു ഇവളുടെ വീഡിയോസ് കണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. ഇപ്പം വലിയ വലിയ സെലിബ്രിറ്റീസ്. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ് ഇവളുടെ മറ്റേ പറച്ചിൽ. വലിയ വലിയ സെലിബ്രിറ്റീസ്. അയ്യോ, വലിയ വലിയ സെലിബ്രിറ്റീസ് അവരാഴ്ചയല്ലേ നടക്കുന്നത്. നീ എവിടത്തെ സെലിബ്രിറ്റിയാണ്? സ്വന്തം ഭർത്താവ് ചത്തന്റെ പേരിൽ 10 ആളറിഞ്ഞോള് പേര് സെലിബ്രിറ്റി. കൊള്ളാം. വലിയ വലിയ സെലിബ്രിറ്റീസിൽ പിടിച്ച് നീ പേരും കൂടി എടുത്ത് പറ, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നീ കുറെ ദിവസം കൊണ്ട് വലിയ വലിയ സെലിബ്രിറ്റീസ് ഉണ്ടാക്കണം. കുറെ ദിവസം കൊണ്ട്. അഹാന കൃഷ്ണ സെലിബ്രിറ്റിയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അവള് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, മാന്യമായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അതിൽ കുറച്ച് സബ്സ്ക്രിപ്ഷനേ ഉള്ളൂ. പിന്നെ നിന്റേത് എന്തുകൊണ്ട് ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എന്നാ കോപ്രയാണ് കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്കൊന്നും ഒരു ഗതികേടുമില്ല നിന്റെയൊക്കെ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണേണ്ട ഗതികേട്. അതിനേക്കാളും നല്ല ഞാൻ എന്റെ സാമാനം കട്ട് ചെയ്ത് കളയും. സത്യം. നീ അങ്ങനെ വിചാരിക്കരുത്. നീ ഇന്നലെ ഒരു കൊണ അടിക്കുന്നുണ്ട്, അയ്യോ കൊച്ചു കള്ള നീ സബ്സ്ക്രൈബ് ചെയ്ത്. പിന്നെ അതിനേക്കാളും നല്ലത് കട്ട് ചെയ്ത് ഞാൻ തൂക്കി എറിയും, താഴോട്ട് പോലും വരരുത്, മുകളിലോട്ട് എറിയും. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതെന്ന് വെച്ചാല് എന്താ പറയാ, സബ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് അല്ലെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്തുവേ എനിത്തിങ് അത് ഇഷ്ടപ്പെടുന്നവരുള്ളത് കൊണ്ടാണ് അവര് ഇത്രയും സബ് എടുത്തും കാര്യങ്ങൾ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തപ്പം അല്ലെങ്കിൽ ഞാൻ സബ് എടുത്തപ്പം മാത്രം എന്നെ വിവാദം അതായത് എനിക്കെതിരെ വിവാദങ്ങൾ മാത്രം
റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറച്ച് വ്ളോഗേഴ്സ് അവർ ചെയ്തോട്ടെ, എനിക്ക് വിഷയമില്ല. പക്ഷെ അവർ ഈ സബിനകത്ത് കയറിയിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, അത് വിവാദമാക്കുക, അതൊക്കെ വളരെ മോശമാണ് അല്ലേ? സബിന്റെ അകത്ത് കയറിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിടുമ്പോൾ മാന്യമായിട്ടുള്ള ഫോട്ടോ ആണെങ്കിൽ നീ ഇത് പറയൂ? ഇല്ല. അപ്പൊ നിനക്ക് തന്നെ അറിയാം നീ പൈസയ്ക്ക് വേണ്ടിയിട്ട് പേ കൂത്തുകളാണ് അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്നതിന്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നീ ഇതിപ്പോ പറഞ്ഞ് റിഗ്രറ്റ് അല്ല, സോറി, നീ ഇത് വീണ്ടും വീണ്ടും കറക്കി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോസ് എടുത്ത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കയറി കാണാൻ ആള് കാണത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്തത് അങ്ങ് നിർത്തിയിട്ട് പോകും. അങ്ങനെ വരുമ്പോൾ നീ മൂഞ്ചും, അത് നിനക്കും അറിയാം. അതുകൊണ്ടാണ് നീ കിടന്ന് പെടാപ്പാട് കൊടുക്കണം. ഞാൻ കേസ് കൊടുക്കും, കോലാണ്ടി കൊടുക്കും. നീ കേസ് കൊടുത്ത് സ്റ്റേഷനിൽ പോയാൽ എന്റെ പൊന്ന് റണാസുനെ നിനക്ക് ഇതിൽ പരം നാണക്കേടും അപമാനം വേറെ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. നാറ് നത്തം കൂട്ടി എങ്ങനെയാണ് നീ ഫോട്ടോയും കാണിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കും? ആരെങ്കിലും പുറത്ത് കൊണ്ടുണ്ടാക്കിയിട്ടതല്ല, നീ കൊണ്ടിട്ട ഫോട്ടോസാണ്. അല്ല നാട്ടുകാർ വന്ന് നിന്റെ വീട്ടിൽ വന്ന് എടുത്ത ഫോട്ടോസ് അല്ല. ഇങ്ങനെ ഉടുപ്പില്ലാണ്ട് ഇരുന്നു കൊണ്ട് കുറെ ഇങ്ങനെ സെൽഫീസ് എടുത്ത് ഇട്ട് ഈ വിൽക്കാൻ എങ്ങനെ തോന്നുന്നു? പണ്ട് മാറുമറക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തു, ഇന്ന് അതിനെ വച്ച് മുതലാക്കി പൈസ ഉണ്ടാക്കുന്നു. നീ മാത്രമല്ല, ഒരുപാട് പേരുണ്ട് ആ കൂട്ടത്തിൽ. നീയും സത്യം പുച്ഛമാണ് തോന്നുന്നു, പുച്ഛം. മോശമായിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ എത്രയൊന്നും കൊണ്ടാ പറയുന്നത്, പറഞ്ഞിട്ടും ഒരു ഇത് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? കാരണം ഇന്നും എനിക്കൊരു മെസ്സേജ് സബ് ചെയ്ത ഒരു ആളുടെ മെസ്സേജ് വന്നു, ചേച്ചി അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ സബ് ചെയ്തിട്ട് എന്താ, ഞങ്ങളൊക്കെ പൈസ മുടക്കിയിട്ട്. ഏത് ചേച്ചിയാടെ ഇവളെടുത്തിട്ട് പറഞ്ഞത്? ഇവളുടെ മറ്റേ വീഡിയോയും ഫോട്ടോയും കാണാൻ വേണ്ടി ആരാണ് അങ്ങോട്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്തു? ചേച്ചിയുടെ മറ്റേ ഇത് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു നമ്മള്. ചേച്ചിയുടെ വീഡിയോ ഡാബാർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തോന്നാണ് ഇതൊക്കെ? തള്ളൊരു ഐഡിയ കൂടി. ഇനി അങ്ങനെ ഒരു ചേച്ചി ഉണ്ടെങ്കിൽ ലബനീസേ ഒന്നും പറയാനില്ല. അതിനെന്താ പ്രയോജനം? ഇതെല്ലാം അവര് എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞിട്ട് അവര് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിടുവല്ലേ. എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിട്ടെന്ന്. ശരിയാ പൊന്നടാവേ, ഞാൻ എന്ത് പറയാനാ ഇതൊക്കെ കേട്ടിട്ട്. അല്ലാത്തവരും ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നില്ല, അവര് പൈസ ഉണ്ടാക്കുന്നില്ലേ? അതിനിപ്പോ ഞാൻ ഇത് എടുത്തപ്പോഴാണ് ഇത് ഇത്ര വലിയ പ്രശ്നമായതും വലിയ വിവാദമായതും. ഒരുപാട് പേര് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലേ? അവരുടെ ഒന്നും ഒരു ഫോട്ടോസ് ലീക്ക് ആകുന്നില്ല, ഒരു പ്രശ്നം. ഇതിനകത്ത് ഞാൻ എന്താ പറയാൻ, എനിക്കറിയില്ല. നീ ഒന്നും പറയണ്ട, നീ പണഞ്ഞോണോടത്തോളം മതി. ഇതിനേക്കാളും നല്ലത് ഞാനൊന്നും പറയുന്നില്ലടേ. അയ്യോ, സബ്സ്ക്രിപ്ഷൻ ഉദ്ദേശിക്കുന്ന ഹോട്ട് കണ്ടന്റ് മാത്രമാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അല്ല, നീ പിന്നെ മറ്റേ പള്ളിപ്പേരുന്ന് കുമ്പസരിക്കുന്ന വീഡിയോ എൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോസ് നീ എൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടോ? ഒരുമാതിരി മറ്റേ പ്രസ്റ്റേഷൻ നിറഞ്ഞവന്മാരെ തൃപ്തിപ്പെടുത്താനും അല്ലാത്ത കുറെ അപരാധ ഫോട്ടോസും അല്ല അതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ള. പള്ളിപ്പേരുന്ന് കുമ്പസരിക്കണമെന്ന് ഇട്ടിട്ടില്ലല്ലോ. തെറ്റിദ്ധരിക്കപ്പെടുന്നെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചെന്ന് ചേർത്തല്ലേ പിടിച്ച് ഒറ്റ ഉരപ്പിലങ്ങ് തേച്ച് വിടണം. പിന്നെ ഇവള് കൈ കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ടാണ് എന്നെ ഇടിച്ച് പരുത്തി കളയുന്നു. നീ ഒരു കാര്യം ചെയ്യും, നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം, നമുക്ക് ഇടിക്കാം, ആരിടിച്ച് ജയിക്കുമെന്ന് നോക്കാം. പക്ഷേ ഞാൻ നിന്നെ ഇടിച്ച് പത വരുത്തിയാലും നീ കേസ് കൊടുക്കരുത് എനിക്കെതിരെ. നീ എന്നെ ഇടിച്ച് പത വരുത്തിയാലും ഞാനും കേസ് കൊടുക്കത്തില്ല. ഡീലാണെങ്കിൽ പറയും, നമുക്ക് മീറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് റിങ്ങിൽ വെച്ച് തന്നെ ഫൈറ്റ് തുടങ്ങാം. എപ്പിടി അപ്പിടി അവളങ്ങ് ഇടിച്ച് പരത്താമെന്നിരിക്കുന്നു. എടേ, നീ വിചാരിക്കും അയ്യോ അവൻ ആക്സിഡന്റ് ആയതുകൊണ്ട് അയ്യോ അവന് പറ്റത്തില്ല എന്ന്. അപ്പൊ ശരി, റിങ് കെട്ടിയിട്ട് വിളി, ഞാൻ വരാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പം നിങ്ങൾ സബ് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ എന്താ ഇടുന്നത് കാണേണ്ടവരാണെങ്കിൽ കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട്, അവര് സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് ഫസ്റ്റ് ഇങ്ങനെ തമ്പലിലോ എന്തോ അതിന് പറയുന്നത്, തമ്പലൈൻ, അത് തന്നെ അതിൽ. അപ്പം ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ആൽബം ചെയ്താലും നിങ്ങൾക്കറിയാം, നിങ്ങൾ മീഡിയക്കാർ വരുമ്പം ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോട് ദാസപ്പന്റെ കാര്യമൊന്നും പറയരുതേ, പണീഷിന്റെ കാര്യം പണയരുതേ. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ആൽബം ആണെന്ന് പറയരുതേ. വല്ല എസ്മയ സിഗ്മയ അങ്ങനെ എന്തെങ്കിലും പറ, 18+ ആ ഒരു സെറ്റപ്പിൽ പറ. എന്നിട്ട് ആ ഒരു ട്രാക്കിലോട്ട് അങ്ങോട്ട് പോ, സൈറ്റിൽ പോ. വയ്യതൊന്നും കാണാൻ. കൂടെ ആൽബം ചെയ്യുമ്പോഴും ഞാൻ വയറ് കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെയാണ് അതിലും ഇപ്പം ഫോട്ടോ എടുക്കുമ്പം കാണുന്നത്. അതിപ്പം അതത്ര വലിയ സംഭവമാണെന്നോ ഒന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ സബ് ചെയ്യുന്നതിനകത്ത് കയറിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് അങ്ങനെ വിവാദമാക്കാന്ന് പറഞ്ഞാൽ അത് അവന്മാരെടുത്തോട്ടെ.
അവരെടുത്തോട്ടെ. തന്തയില്ലായ്മ കാണിക്കുന്നത് കുഴപ്പമില്ല. തന്തയില്ലായ്മ കാണിച്ചതിന് നാട്ടുകാരുടെ അടുത്ത് വിളിച്ച് പറയുന്നതാണ് കുഴപ്പം. ഇത് മറ്റേ വെടി വച്ചവനും കൊണ്ടവനും പ്രശ്നമില്ല, ഒച്ച കേട്ടവനും പ്രശ്നമെന്ന് പറയില്ല. ആ ഒരു ട്രാക്കാണ്. ഇതല്ല റൊണാസന കൊള്ളാം. ഇതെന്താ സംഭവം നോക്കട്ടെ. എന്താ തൂറാൻ മുട്ടണം? അതാ രാവിലെ അപ്പിയിടാതെ പോയിരിക്കുന്ന. എന്ത് സംഭവം? അതാ മുക്കി എന്തു വേടേ. ഞാനൊരു റെമഡി പറഞ്ഞുതരാം. നല്ല പാളയംകുടം പഴം അല്ലെങ്കിൽ ഏത്തൻ പഴം, അത് ഓരോ ജില്ലയിൽ ഓരോ പേരൊക്കെയാണ് പറയുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ വാങ്ങിച്ചതിന് ഏത്തൻ കുറച്ച് ടൈറ്റ് ആണെന്ന് തോന്നുന്നു, പാളയംകുടം വാങ്ങിച്ചതിന് അല്ലെങ്കിൽ രസക്കലത്തി വാങ്ങിച്ചതിന് ഇതിലിങ്ങനെ അങ്ങ് പോകും കേട്ടോ. ഇത്രയും മുക്കേണ്ടി വരില്ല. ഒരു റെമഡി പറഞ്ഞു തന്നെയാണ്, ഫ്രീ അഡ്വൈസ് അങ്ങ് കൂട്ടിക്കൂ. ഇനി റൊണാസോനെ കുറെ നേരത്തെ പറഞ്ഞല്ലോ കേസ് പോലാണ്ട് എന്നൊക്കെ ഇന്നലെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ കേസ് കൊടുത്ത് മലത്തിക്കളയുന്നു. ഞാനൊരു പോസ്റ്റ് ഇവിടെ കൊടുക്കാം, സെക്ഷൻസ് എല്ലാം ഉണ്ട്, വായിച്ചു നോക്കിയാൽ മതി. സമയം ഉള്ളതുപോലെ ഇരുന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കിയാൽ മതി. ഇങ്ങോട്ട് പണി തരാൻ വരുമ്പോൾ അങ്ങോട്ട് കിട്ടാൻ പോകുന്ന പണിയെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ ഇങ്ങോട്ട് തരുന്നത് ഏക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ വിട്ട ഫോട്ടോയാണ് പുറത്തു പോയത്. അത് അപ്പൊ കാര്യങ്ങളൊക്കെ പിടിയിട്ടില്ല. അയ്യോ ഇതേതാ രേണു? പഴയ രേണു കാണാം. ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. പിന്നെ അങ്ങനെ പറയരുത്. നീ കെട്ടണം. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നീ കെട്ടണം. നീ ആരെങ്കിലും കെട്ട്, ആരെങ്കിലും ഒന്ന് കെട്ടിപ്പോയിത്ത. സത്യം. അടുത്തറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, കൂട്ടുകാർ. അയ്യോ അത്തരക്ക് നിനക്ക് ഭയങ്കര കൂട്ടുകാരും സ്നേഹം വെട്ടിഞ്ഞടക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അവര് പറഞ്ഞു തരും നീ ചെറുപ്പമാണ്, ഇപ്പം വേണ്ട രേണു, മുന്നോട്ട് കല്യാണത്തെ പറ്റി ചിന്തിക്കണം, നല്ല ആലോചന വന്നാൽ കല്യാണം കഴിക്കണം. ഇപ്പോഴും പറഞ്ഞു തരുന്നവരുണ്ട്, ഇന്നും കൂടെ പറഞ്ഞു തരുന്നവരുണ്ട്. അപ്പം അതിനോടൊന്നും ഞാൻ കൂടുതലും ഒന്നും പ്രതികരിക്കാറില്ല, ചിരിച്ചൊന്ന് മാറും. ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ തീരുമാനം. അല്ല, ഇല്ല എന്നുള്ളതാണ് നിന്റെ തീരുമാനം. വളരെ നല്ല മികച്ച തീരുമാനം. ആ തീരുമാനത്തിൽ ഉറച്ച് നിൽക്കരുത്. ദയവ് ചെയ്തിട്ട് നീ കെട്ടണം. നീ കെട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറേയൊക്കെ ഒന്ന് അടങ്ങും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സുഹൃത്തുക്കളെ. എന്തായാലും റൊണാസുന ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്, ചെയ്യണ്ട എന്ന് പറയുന്നതും ഒരുപാട് പേരുണ്ട്. നിങ്ങൾ എന്തായാലും കമന്റ് നമുക്ക് എല്ലാ പ്രാവശ്യവും നോക്കാം. ഞാൻ കൂടുതൽ അങ്ങോട്ട് പോവാ നിങ്ങൾക്ക് ചെയ്യണ്ട വേണ്ട എന്നാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായമെങ്കിൽ വേണ്ട. ഇന്നലെ ഞാനൊരു സംഭവം രാത്രി 11-12 മണി ഞാൻ കണ്ടാവും. ഞാൻ പുറത്തായിരുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പുറത്തായിരുന്ന സമയത്ത് നമ്മൾ ഓംപ്ലേറ്റ് കഴിക്കാൻ ഒരു കടയിലേക്ക് കയറി. അപ്പോൾ അവിടെ ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ച സമയത്ത് റൊണാസുനയുടെ വീഡിയോസൊക്കെ കാണുമെന്ന് പറഞ്ഞ്, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, വീഡിയോസൊക്കെ ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് വീഡിയോയിൽ പറയരുതേ എന്ന് പറഞ്ഞ്, അത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചുമ്മാ അങ്ങനെ പോയിട്ട് പറഞ്ഞു പോയതിന്റെ കൂട്ടത്ത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് പുതിയൊരു വീഡിയോ കിട്ടണം.